ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. തംബ്നെയിലിൽ കണ്ട ചോദ്യത്തിന് ഉത്തരം ആദ്യമേ പറയാം. ചോദ്യം: ഞാൻ എന്തിനാണ് എമ്പുരാന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്? ബിക്കോസ് ഇത് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ്. സിമ്പിൾ ആസ് ദാറ്റ്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾ എന്തിനാണ് ലൂസിഫറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്? ഉത്തരം കമന്റ് ബോക്സിൽ പറയാം. എമ്പുരാൻ എന്ന സിനിമ കാണാൻ വേണ്ടിയിട്ട് എന്നെ പ്രേരിപ്പിക്കുന്ന, എന്നെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്ന കുറച്ച് ഘടകങ്ങൾ കൂടിയുണ്ട്. അതറിയാനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ലൂസിഫർ മുരളി ഗോപി എന്ന സ്ക്രിപ്റ്റ് റൈറ്ററുടെയും അയാൾ മനസ്സിൽ കണ്ടത് സ്ക്രീനിൽ എത്തിച്ച പൃഥ്വിരാജിന്റെയും പൃഥ്വിരാജ് സ്ക്രീനിൽ എത്തിച്ചത് ഓഡിയൻസിന്റെ നെഞ്ചിലെത്തിച്ച ലാലേട്ടന്റെയും മറ്റ് ക്യാരക്ടേഴ്സിന്റെയും സിനിമയാണിത്. ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആകുക എന്നതാണ് എന്റെ ഡ്രീം. വെറും ഒരു റൈറ്റർ അല്ല, മുരളി ഗോപിനെ പോലെ ഒരു റൈറ്റർ. അദ്ദേഹത്തിന്റെ ചില സ്ക്രിപ്റ്റുകൾ നോക്കാം. കമ്മാര സംഭവം, ടിയാൻ, തീർപ്പ് പോലെയുള്ള കിടുപടങ്ങൾ പൊട്ടിച്ച് കൈ കൊടുത്തവരാണ് നമ്മൾ. ആക്ഷേപഹാസ്യവും പൊളിറ്റിക്സും കുറുക്കിക്കൊള്ളുന്ന ഡയലോഗ്സും ബ്രില്യൻസും ഒക്കെ ആയിട്ട് അദ്ദേഹം എഴുതുന്ന സ്ക്രിപ്റ്റുകൾ അക്സെപ്റ്റ് ചെയ്യാൻ മാത്രം ഒന്നല്ലെങ്കിൽ നമ്മൾ അയാളോളം വളർന്നിട്ടില്ല, അല്ലെങ്കിൽ അയാൾ നമ്മളോളം വളർന്നിട്ടില്ല. ഏതായാലും ആ പതിവ് ലൂസിഫറിൽ നടന്നില്ല. പടം വളരെ വലിയൊരു ഹിറ്റായിട്ട് മാറി. മാസ് പോരാ, സാറ്റിസ്ഫൈഡ് ആയില്ല എന്ന് പറഞ്ഞിട്ട് ചീരുകാരു സല്ലുബായിനെ വെച്ചിട്ട് പണിയ ഗോഡ് ഫാദർ കണ്ടാൽ അറിയാം ആരായിരുന്നു മുരളി ഗോപി എന്നും ആരായിരുന്നു പൃഥ്വിരാജ് എന്നും. ഒരു കിടിലൻ കഥേനെയോ സ്ക്രിപ്റ്റിനെയോ ഒരു ഡയറക്ടർക്ക് അപരാധമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനും പറ്റും, അപരാധ സ്ക്രിപ്റ്റിനെ കിടിലനായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനും പറ്റും. ഇത് രണ്ടും ഒരുപോലെ വരുന്നത് വളരെ കുറച്ച് സിനിമകളിൽ മാത്രമാണ്. അങ്ങനെ ഒരു സിനിമയായിരുന്നു ലൂസിഫർ. കേരളക്കരയിൽ പലർക്കും പുതിയതായിട്ട് കിട്ടിയ ഒന്നായിരുന്നു ഇല്ലൂമിനാറ്റി. ഒരു പക്ഷേ കേരളത്തിന്റെ ഭൂരിഭാഗം പേരും ഇല്ലൂമിനാറ്റിയെ പറ്റി അറിഞ്ഞത് ഈ സിനിമയ്ക്ക് ശേഷമായിരിക്കും. നിങ്ങൾ ഓരോ വട്ടവും ലൂസിഫർ റീവാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ ലേയേഴ്സ് അതിൽ കാണപ്പെടുന്നത് പോലെ ഫീൽ ചെയ്യും. നിങ്ങൾ കണ്ടു മറന്നതും ഇനി കാണാൻ പോകുന്നതുമായിട്ടുള്ള രാഷ്ട്രീയവും അതിലെ നന്മ തിന്മകളും നിങ്ങൾക്ക് കാണാം. ഒരു വണ്ടിക്കുള്ള ആള് മതി എന്ന് പറഞ്ഞിട്ട് പോകുന്ന സ്റ്റീഫൻ PKRന്റെ വീടിന് മുന്നിലെത്തുമ്പോൾ തന്നോടൊപ്പം ചേർന്ന ഒരു ലോഡ് കൂട്ടത്തോടൊപ്പം നടക്കുന്നു. താനാ ചേർന്ന കൂട്ടം എന്ന് പറയാം. ആ കൂട്ടത്തിൽ നടക്കുന്ന സ്റ്റീഫനെയും അവന്റെ ഒപ്പം വന്ന ആളുകളെയും ആ കൂട്ടത്തെ ഒതുക്കാൻ വന്ന പോലീസ് ഒന്ന് തൊടുന്ന പോലും ഇല്ല. അവിടെ മുതൽ ആ സിനിമ എന്താണെന്നും സ്റ്റീഫൻ ആരാണെന്നും വ്യക്തമാക്കി തരുന്നുണ്ട്. ആഫ്റ്റർ ഒടിയൻ മോഹൻലാലിന് ഇത്രയും ആഘോഷം വേറൊരു സിനിമയില്ല. ആ സിനിമയുടെ എൻഡിങ്ങിൽ പറഞ്ഞു പോകുന്ന ഖുറേഷി അബ്രാമിന്റെ കഥയുടെ പ്രീക്വലും സീക്വലായിട്ട് വരുന്ന എമ്പുരാന് വേണ്ടിയിട്ട് എത്ര കാത്തിരുന്നാലും മതിയാവുകയല്ല. പൃഥ്വിരാജിന്റെ ഒരു ചെറിയ പടം, കുട്ടി ഇടയ്ക്കിടയ്ക്ക് വന്ന് 2-3 ഹെലികോപ്റ്ററൊക്കെ ചോദിക്കും, 100 കോടി ബഡ്ജറ്റ് വയ്ക്കും. അങ്ങനെ ഈ കൊച്ചു പടം ഇൻഡസ്ട്രിയിലെ വലിയ പടമായിട്ട് മാറി. ഒരു ബ്ലോക്ക് ബസ്റ്ററിൽ കുറഞ്ഞൊന്നും ഈ സിനിമയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഒരു മാസ് പടം പ്രതീക്ഷിക്കാതെ ലൂസിഫറിന്റെ അതേ മീറ്ററും ഗ്രാഫും വെച്ചുള്ള എക്സ്പെക്ടേഷൻസ് വെച്ച് പോയി കഴിഞ്ഞാൽ അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ആവേശം പോലെയോ പുലിമുരുകം പോലെയോ ഒരു ഫീൽ ഇവിടെ കിട്ടില്ല. ഒരേ ഒരു എമ്പുരാൻ എന്ന ഫീല് മാത്രമായിരിക്കും ഈ സിനിമ. അങ്ങനെ തന്നെ ആകണമെന്നാണ് എന്റെ ആഗ്രഹം. ടോട്ടലി ഗ്രാഫ് താഴ്ന്നിരിക്കുന്ന ലാലേട്ടന്റെ ഉയർത്തെഴുന്നേപ്പ് കൂടിയായിരിക്കും ഈ സിനിമ. ഒരുപാട് സർപ്രൈസ് കാസ്റ്റും കാര്യങ്ങളും എല്ലാം ഈ സിനിമയിൽ ഉണ്ടെന്ന് ഉറപ്പാണ്. അവസാന നിമിഷം ട്രെയിലർ ഇറങ്ങുമ്പോഴാകും എമ്പുരാൻ ടീം ഇതെല്ലാം റിവീൽ ചെയ്യുക. പ്രൊഡക്ഷൻ ടീമിന് ലൈക്കയും കൂടി ഉള്ളതിനാൽ അന്യഭാഷയിൽ നിന്ന് കിടു താരങ്ങൾ ഉണ്ടാവുന്ന പ്രതീക്ഷയുണ്ട്. അവര് ചുമ്മാതെ ഒന്നും പൈസ ഇറക്കുമെന്ന് തോന്നണില്ല. ഗെയിം ചേഞ്ചർ, ഇന്ത്യൻ 2, വേട്ടയാൻ, വിടാമുയർച്ചി, ലാൽ സലാം, ചന്ദ്രമുഖി 2 എന്നുള്ള സിനിമകൾ ബോക്സ് ഓഫീസിൽ പൊട്ടി പാളീസായിട്ട് നിൽക്കുമ്പോൾ തങ്ങളുടെ പേരും പെരുമയൊക്കെ തിരിച്ചു പിടിക്കാനായിട്ട് എമ്പുരാനിലൂടെ ലൈക്കൊക്കെ ആവുമെന്നാണ് എന്റെ വിശ്വാസം. അതിനൊരു മലയാളി തന്നെ ലിമിറ്റാവുമെന്ന് കരുതാം. വെറും 2 സിനിമകൾ ഡയറക്ട് ചെയ്ത പൃഥ്വിരാജിനോട് കൂടിയുള്ള വിശ്വാസമാണ് എമ്പുരാനിലുള്ളത്. ലൂസിഫർ എന്ന ഒരൊറ്റ സിനിമ മതി അയാളുടെ വിഷനും അറിവും എല്ലാം എത്രത്തോളം ഉണ്ടെന്ന് അറിയാനായിട്ട്. ഒരു ഫാൻ ബോയ് കൂടെ ആയതിനാൽ ലൂസിഫറിൽ ലാലേട്ടനെ പുള്ളി പ്രസന്റ് ചെയ്തതിന്റെ 2 മടങ്ങ് എഫക്റ്റിലായിരിക്കും എമ്പുരാനിൽ പൃഥ്വി അങ്ങേരെ പ്രസന്റ് ചെയ്യുക. അങ്ങനെ ഒരു ഹോപ്പ് ഉണ്ട്. പക്ഷെ അതിനർത്ഥം ഭയങ്കര മാസമായിട്ട് പ്രസന്റ് ചെയ്യുന്നല്ല, നമുക്ക് ഇവിടെ ക്ലാസ് മതി. ലൂസിഫറിന്റെ റീമേക്ക് തെലുങ്കരെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ലെന്ന് പുള്ളിക്കറിയാം. അതുകൊണ്ടാവും ഗോഡ് ഫാദർ ഡയറക്ട് ചെയ്യാതെ റൈറ്റ്സ് മാത്രം കൊടുത്തിട്ട് പുള്ളി മാറിയുന്നത്. ഗോഡ് ഫാദർ ഇറങ്ങിയപ്പോൾ തന്റെ ടാലന്റ് എന്താണെന്നും പുള്ളി എല്ലാവരും അറിയിക്കുകയും ചെയ്തു. ഗോഡ് ഫാദറിന് ശേഷം തെലുങ്കിൽ ലൂസിഫറിന് നല്ല ഹൈപ്പ് ഉണ്ടായിരുന്നു. ലൂസിഫർ ഡബ്ബഡ് വേഷം കണ്ടവർ ഈ പടമാണോ ഗോഡ് ഫാദർ പോലെ അപരാധമാക്കി കളഞ്ഞതെന്ന് പോലും തെലുങ്കന്മാർ അവരോട് ചോദിച്ചു. സോ ഇതുവഴി ലൂസിഫറിനും വരാനിരിക്കുന്ന എമ്പുരാനും നല്ല റീച്ച് അവിടെ ഉണ്ടായി. മാത്രമല്ല എമ്പുരാൻ പാൻ ഇന്ത്യൻ ഡബ്ബായിട്ട് വരുന്നതിനാൽ ഇനി അവിടെ അത് ആരും റീമേക്ക് ചെയ്യില്ല. ഗോഡ് ഫാദർ ഫ്ലോപ്പ് ആയതുകൊണ്ട് ഇനി ആരും എമ്പുരാൻ റീമേക്കിനെ പറ്റി ചിന്തിക്കുക പോലുമില്ല. ഒരു തരത്തിൽ ചിരഞ്ജീവിയുടെ ഗോഡ് ഫാദർ കൊണ്ട് ഗുണമുണ്ടായത് പൃഥ്വിരാജിനും ഇറങ്ങാൻ പോകുന്ന എമ്പുരാനുമാണ്. അവിടെ അതിന് മാത്രം നല്ല റീച്ച് ഉണ്ടായി. സലാറും രാജമൗലി പടമൊക്കെ ചെയ്തിട്ട് പൃഥ്വി അവിടെ ഒരു റീച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. സോ ആ നാട്ടിൽ ഈ പടം അടിച്ചു കയറാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. സത്യത്തിൽ നമ്മൾ ഇല്ലൂമിനാറ്റി എന്ന് പറഞ്ഞിട്ട് പൃഥ്വിനെ കളിയാക്കുമെങ്കിലും ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങൾ പുള്ളി മുന്നേ ചിന്തിച്ചിട്ടുണ്ടെങ്കിലോ, ഇതെല്ലാം അങ്ങേരുടെ വിഷൻ ആയിരുന്നെങ്കിലോ, ആളെ ഏതാ റേഞ്ച് തുട്ട രാജുവേട്ടന്റെ സെറ്റപ്പ്. സോ എന്തുകൊണ്ടാണ് എമ്പുരാൻ ഇത്രയും ഹൈപ്പ് എന്നതിന്റെയും എന്തുകൊണ്ട് ആ സിനിമയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യണമെന്നതിനും നിങ്ങൾക്കൊരു ആൻസർ കിട്ടിയെന്ന് കരുതുന്നു. സോ വൈ യു വെയിറ്റ് ഫോർ എമ്പുരാൻ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ വൈ നോട്ട് എന്ന് ഉത്തരം പറയാ. അപ്പോൾ എമ്പുരാനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ കമന്റ് ബോക്സിൽ പറയാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.